TPC എക്സാമിന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. If x square plus 1 by x square equal to 6, then find the value of 10x minus 10 by x. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു റിസൾട്ട് പഠിച്ചു വെച്ചേക്കാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 2ab. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിന്റെ കൂടെ പ്ലസ് 2ab ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി നമ്മളെ ക്വസ്റ്റ്യനകത്തേക്ക് വരാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 6 എന്നാണ്. ഞാൻ ഇവിടെ എക്ക് പകരം എക്സ് എന്ന് എടുക്കുവാണ്, ബിക്ക് പകരം 1 ബൈ എക്സ് എന്ന് എടുക്കുവാണ്. അപ്പൊ എ സ്ക്വയറിനെ എക്സ് സ്ക്വയർ എന്നും ബി സ്ക്വയറിനെ 1 ബൈ എക്സ് സ്ക്വയർ എന്നും എഴുതാം. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് പകരം എനിക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ എക്സ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ആണ്, 1 ബൈ എക്സ്. അപ്പൊ ഇവിടെ എക്സും ക്യാൻസൽ ആയി പോവും. നമുക്ക് ലാസ്റ്റ് 2 എന്ന് കിട്ടും. ഇനി നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിന് പകരം 6 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിന് പകരം 6 എന്ന് എഴുതുവാണ്. 6 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 2. ഇനി ഈ 2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ 6 മൈനസ് 2 എന്നാവും. 6 മൈനസ് 2 4 ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 ആണെങ്കിൽ എന്തായിരിക്കും? എക്സ് മൈനസ് 1 ബൈ എക്സ്. അതിന് എനിക്ക് പ്ലസ് ഓർ മൈനസ് റൂട്ട് 4 എന്ന് എഴുതാം. അപ്പൊ പ്ലസ് ഓർ മൈനസ് റൂട്ട് 4നെ പ്ലസ് ഓർ മൈനസ് 2 എന്ന് എഴുതാം. നമുക്ക് കണ്ടെത്തേണ്ടത് 10x മൈനസ് 10 ബൈ എക്സ് ആണ്. അതായത് ഈ എക്സ് മൈനസ് 1 ബൈ എക്സിനെ മൊത്തത്തിൽ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ 10 കൊണ്ട് എക്സിനെയും 10 കൊണ്ട് മൈനസ് 1 ബൈ എക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. 10x മൈനസ് 10 ബൈ എക്സ് എന്ന് കിട്ടും. അപ്പോൾ 10x മൈനസ് 10 ബൈ എക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. നമുക്കറിയാം എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ 10 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് എങ്ങനെ കണ്ടെത്താം? 10 ഇൻറ്റു പ്ലസ് ഓർ മൈനസ് 2 ചെയ്യുക. 10 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് തന്നെയാണ് 10x മൈനസ് 10 ബൈ എക്സ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു 10 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 20 എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്.